എങ്കിൽ ഇസ്ലാം നമ്മളോട് പറയുന്നു, നമ്മുടെ വീട് അങ്ങനെ ഒരു സമാധാനത്തിന്റെ കേന്ദ്രമായി മാറണമെങ്കിൽ അത് പണം കൊടുത്ത് മേടിക്കാൻ കഴിയില്ല. ചില ശ്രദ്ധയുണ്ടാവണം. അതിലേറ്റവും പ്രധാനമാണ് വീട് നിർമ്മിക്കുന്ന സമയത്ത് തന്റെ സമ്പത്ത് ഹലാലായ സമ്പത്ത് കൊണ്ട് വീട് നിർമ്മിക്കണം. ഇതെത്ര പേര് ചിന്തിക്കാറുണ്ട്? എന്റെ വീട് ഞാൻ ഹലാലായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പണം ലോണായി, ബാങ്കുകളിൽ നിന്നായി, മറ്റു പലരിൽ നിന്നായി, ബ്ലേഡ് മാഫിയക്കാരിൽ നിന്നായി അവർ പണം ഈടാക്കുമ്പോ അവരാഗ്രഹിക്കുന്നത് ഒരു വീടിന് വേണ്ടിയല്ലേ, ഇതൊരു അത്യാവശ്യ കാര്യല്ലേ, അതിനു വേണ്ടിയിട്ടാകുമ്പോ വലിയ കുഴപ്പമുണ്ടാവില്ല. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ പലിശ ഒഴിവാക്കണം. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അത് എത്ര വലിയ കേസാണെങ്കിലും ശരി, പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് നിർമ്മിക്കുന്നത് ആർക്കും യോജിക്കാൻ കഴിയില്ല. ഇത് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം ഇത് തെറ്റാണ്, സംഭവം തെറ്റാണെന്ന് അറിയാം. പക്ഷെ എന്താ ചെയ്യും ഉസ്താദേ, വേറെ രക്ഷയില്ലല്ലോ. ആര് പറഞ്ഞു? അല്ലാഹുവിന്റെ ദീൻ ഈ വിഷയത്തിൽ കൃത്യമായ നിർദ്ദേശം നമുക്ക് പറയാം. നമ്മൾ വീട് വെക്കുന്ന സമയത്ത് അതൊരു തനാഫുസിനായി മാറാതിരിക്കുക. കിടമത്സരം, മറ്റേ ആൾ ഉണ്ടാക്കിയ വീടെന്താ, അതിന്റെ 4 ഇരട്ടി പവർ വേണം നമ്മുടെ വീടിന്. തഫാഹുറിന് വേണ്ടി വീടുണ്ടാക്കുക, പൊങ്ങച്ചം കാണിക്കാൻ. ഈ നാട്ടിലെ ഏറ്റവും വലിയ വീടിൻ്റെതായിരിക്കണം. അതിന് എത്ര കടം മേടിച്ചിട്ടായാലും വേണ്ടില്ല, മൊഞ്ചാക്കും ഞാൻ. തഫാഹുറിന് വേണ്ടി, വൽ കിബറ, അഹങ്കാരം കാണിക്കാൻ, എനിക്ക് പണമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വീട് നിർമ്മാണമാകരുത്. മറിച്ച് തന്റെ സമ്പത്തിനനുസരിച്ചു കൊണ്ടുള്ള പ്ലാനാണ് അയാൾ ചെയ്യേണ്ടത്. തന്റെ സമ്പത്തിനനുസരിച്ചുള്ള പ്ലാൻ. ഭാരിച്ച വലിയ തുകകൾ കടം വാങ്ങിയിട്ട് വീട്ടാൻ കഴിയാതെ ലോൺ എടുക്കുകയാണ്. ലോൺ എടുത്തിട്ട് വീട് വെക്കുന്നു, എന്നിട്ട് വീട് വിറ്റിട്ട് ലോൺ അടക്കുന്നു. ഇതാണ് ഇപ്പൊ ഇന്ന് നടക്കുന്ന വലിയൊരു പ്രശ്നം. വലിയ കാര്യമായിട്ട് ആളുകൾ പോയിട്ട് ലോൺ എടുത്ത് അവസാനം ഇതേ വീട് വിറ്റ് എത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ വീട് തന്നെ വിൽക്കേണ്ടി വന്ന് അവസാനം യാതൊരു ഗതിയുമില്ലാതെ അലയേണ്ടി വരുന്നവരെ പലിശയുമായി ബന്ധമുണ്ടോ? അല്ലാഹു ഹറാമാക്കിയ വിലക്കിയ സമ്പത്തുമായി ഒരു മനുഷ്യൻ വീട് നിർമ്മിക്കുന്നുവെങ്കിൽ അത് അയാളുടെ പരാജയത്തെ സൂചിപ്പിക്കുകയാണ്. അവിടെ ഞാൻ ഈ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. പകരം ഒരു മനുഷ്യൻ ഇത്തരം ഘട്ടത്തിൽ പ്രയാസപ്പെടുമ്പോൾ ചിന്തിക്കുന്നുണ്ടെന്നറിയോ, പലിശ അല്ലാതെ എവിടെന്നെങ്കിലും കടം കിട്ടുമെന്ന്. അതൊരു മനുഷ്യൻ കൊടുക്കൂല. എല്ലാവരും പലിശ ഉപയോഗിച്ച വ്യക്തികളെ ചീത്ത വിളിക്കുന്നു, അവരെ നമ്മൾ ആക്ഷേപിക്കുന്നു. പകരം നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ, നമ്മുടെ സംഘടനകളിൽ, നമ്മുടെ സമുദായത്തിന്റെ വേദികളിൽ പലിശരഹിത വായ്പകൾ എത്ര പേര് പ്രോത്സാഹിപ്പിക്കാറുണ്ട്? അതിനാർക്കും താല്പര്യമില്ല. പലിശ എടുക്കുന്നവനെ ചീത്ത വിളിക്കാൻ എല്ലാവരും തയ്യാറാണ്. ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ വലിയൊരു സംരംഭമായി പാവപ്പെട്ടവർക്ക് അത്താണിയാകുന്ന പലിശരഹിത വായ്പ എന്ന സംവിധാനം എവിടെയുണ്ടോ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. എന്നിട്ട് ജനങ്ങളെ ആ രംഗത്തേക്ക് എത്തിക്കുകയും അവർക്ക് വേണ്ടുന്ന ആശ്വാസമാവുകയും വേണം. അതേപോലെ തന്നെ ഉലമാക്കന്മാര് പറഞ്ഞു, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ വീട് നിർമ്മിക്കുന്ന സമയത്താകട്ടെ, അല്ലെങ്കിൽ തന്റെ ഭാര്യയും മക്കളും ഒക്കെ താമസിപ്പിക്കുന്ന സമയത്തമാകട്ടെ, അവിടുന്ന് പറയുന്നുണ്ട്, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, എന്റെ മക്കളെ, എന്റെ ഭാര്യയെ, എന്റെ ഇണയെ ഞാനിതാ നിന്റെ പവിത്രമായ പരിശുദ്ധമാക്കപ്പെട്ട ബൈത്തിന്റെ, വീടിന്റെ, പള്ളിന്റെ അടുത്താണ് ഞാൻ താമസിപ്പിക്കുന്നത്. ഏതെങ്കിലും മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളുടെ അടുത്ത് വീട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തിനാ? ആ പള്ളിയുമായി അയാൾക്ക് ബന്ധമുണ്ടാകാൻ, ആ പള്ളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ, ആരാധനാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ വീട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എത്രയോ സഹോദരന്മാർ ഒഴിഞ്ഞ് ആളുകൾ, എത്രയോ മുസ്ലിം പോലും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഒഴിഞ്ഞ് താമസിക്കുന്ന ആളുകൾ, പള്ളികളുമായോ ബാങ്ക് ശബ്ദം കേൾക്കുന്നതുമായോ ഒരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ വീട് വെക്കുന്നവരുണ്ട്. അവർക്ക് അവിടെ ഹൈവേന്റെ ചാരത്താണോ, റോഡിന്റെ സൈഡിലാണോ, വലിയ സൗകര്യമുണ്ടോ, വെള്ളമുണ്ടോ എന്നൊക്കെ നോക്കി പോകുന്ന ആളുകൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി ഉലമാക്കന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന, സ്മരിക്കുന്ന വീടായി മാറണം. വീടിൽ പടച്ചോനെ പറ്റി ഓർക്കുന്ന വീടാവണം. ഹദീസിൽ പറഞ്ഞ വാക്ക്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു.
ഒരു മനുഷ്യൻ അള്ളാനെ ഓർക്കുന്നു, മറ്റൊരു മനുഷ്യൻ അള്ളാനെ ഓർക്കുന്നില്ല എങ്കിൽ മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവന്റെയും മരണപ്പെട്ടവന്റെയും ഉദാഹരണം പോലെയാണ്. അള്ളാനെ ഓർക്കുന്നവൻ ജീവനുള്ളവനെ പോലെയാണ്, അള്ളാനെ ഓർക്കാത്തവൻ മയ്യത്തിനെ പോലെയാണ്. ഒരു വീട്, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ പറ്റി ഓർക്കുകയോ സ്മരിക്കുകയോ അത്തരം വാക്കുകൾ പ്രയോഗിക്കുകയോ ഇല്ലാത്തൊരു വീടാണ്. വെറും മ്യൂസിക്കും ടിവിയും ഗെയിമും സോഷ്യൽ മീഡിയയും മാത്രമുള്ളൊരു വീടാണെങ്കിൽ അത് മയ്യത്തായ വീടായി നമ്മൾ അതിനെ ഗണിക്കണം. ഇതൊക്കെ വിശദീകരിച്ച് ഉലമാക്കന്മാര് രേഖപ്പെടുത്തിയിട്ട് പറയാണ്, മനുഷ്യ, നിന്റെ വീട് സുരക്ഷിതമായി സമാധാനമാകണമെങ്കിൽ പിശാചിനോ അതിന്റെ അനുയായികൾക്കോ അവിടെ താമസിക്കാനുള്ള വകുപ്പുണ്ടാക്കരുത്. ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ മക്ബറകളാക്കി മാറ്റരുത്. മക്ബറകളിൽ നിസ്കാരമില്ല, മക്ബറകളിൽ ഖുർആൻ ഓതില്ല, മക്ബറകളിൽ അത്തരത്തിലുള്ള പുണ്യപ്രവർത്തനങ്ങൾ ഇല്ലല്ലോ. എന്നാൽ നിങ്ങളുടെ വീട് അതുപോലെ ആവരുത്. അവിടെ സുന്നത്ത് നമസ്കാരം ഉണ്ടാവണം, അവിടെ ഖുർആൻ ഓത്തുണ്ടാവണം, അവിടെ ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകൾ ഉണ്ടാവണം. എന്തുകൊണ്ടാണ്? ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈതി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതി കേൾക്കുന്ന വീട്ടിൽ നിന്ന് പിശാചുക്കൾ ഇറങ്ങിയോടും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇഖ്റഊ സൂറത്തുൽ ബഖറ ഫീ ബുയൂതികും, വീടുകളിൽ സൂറത്തുൽ ബഖറ നിങ്ങൾ ഓതണം. ഫഇന്ന ശൈത്വാന ലാ യദ്ഖുലു ബൈതൻ യഖ്റഊ ഫീഹി സൂറത്തുൽ ബഖറ, അത് പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാച് പ്രവേശിക്കില്ല. ഇതിനൊന്നും ആർക്കും താല്പര്യമില്ല. ആളുകൾക്ക് താല്പര്യം മറ്റു പല അന്ധവിശ്വാസങ്ങളോടാണ്. ആ അന്ധവിശ്വാസക്കാരുടെ പണി എന്താ? അവര് വീടിന്റെ നിർമ്മാണം തുടങ്ങുമ്പോ തന്നെ തുടങ്ങും, ആര് കുറ്റിയടിക്കണം, ആര് കുറ്റിയടിക്കണം. ഒരു മഹാനായ ഏതെങ്കിലും ഒരാളെ തെരഞ്ഞു പിടിച്ച് അയാള് കുറ്റിയടിച്ചാ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവൂല. അതുകൊണ്ട് അത് തെരഞ്ഞു നടന്ന് അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ചു ചെയ്യും. വേറെ ചില ആളുകൾ അവന്റെ വീടിന്റെ കട്ടില വെക്കുന്ന അന്ന് തന്നെ കട്ടിലിന്റെ താഴെ ചില സാധനങ്ങളൊക്കെ എഴുതിയിട്ട് അതിന്റെ താഴെ തിരികെ വെക്കും. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ തകിട് കൊണ്ടുവന്നിട്ട് അതിന്റെ അടിയിൽ വെക്കും. എന്തിനാണ്? ഇനിയുള്ള കാര്യങ്ങളൊക്കെ ബറക്കത്താവാൻ. അള്ളയും ഇസ്ലാമും പഠിപ്പിച്ചെടുത്തൊന്നും നല്ല താല്പര്യം. ഇപ്പൊ നാട്ടിലെ ട്രെൻഡ് എന്താണോ, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാവാനുള്ള പരിപാടി എന്താ, ഈ നിലക്കുള്ള വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കാം. അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ. അൽഫാത്തിഹ, കട്ടിൽ വെക്കുന്നു അന്ന് അൽഫാത്തിഹ, കുറ്റടിക്കുന്നു അന്ന് അൽഫാത്തിഹ, 4 ആൾ കൂടുന്നു. അതൊക്കെ ചെയ്താൽ ഇനി കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി എന്നുള്ള രൂപത്തിലും. എന്നാൽ അള്ളാഹുവിൽ തവക്കുലി ചെയ്ത് റബ്ബിനോട് പ്രാർത്ഥിച്ച് ആത്മവിശ്വാസത്തോടെ അയാളെ രംഗത്ത് വരണം. അതിനൊന്നും ഒരിക്കലും നമുക്ക് തടസ്സമില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിമീങ്ങൾക്കില്ലാത്ത വിശ്വാസങ്ങൾ വരെ വീടിന്റെ താമസത്തിലും വീടിന് ഉണ്ടാക്കുന്നയിടത്തും കടന്നു വന്നു. കഞ്ഞിമൂല നോക്കുക. നിങ്ങൾക്ക് സംശയമുണ്ടോ? മുസ്ലിങ്ങൾ കഞ്ഞിമൂലന്റെ പേര് പറഞ്ഞ് വീട് വിറ്റവരുണ്ട്. 8 ദേവീദേവന്മാരുള്ള ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായി അവരുടെ കോപത്തിനും മറ്റും കാരണമാകുന്ന ചില ദിക്കുകളൊക്കെ കണക്കാക്കിയിട്ടുള്ള പരിപാടിയാണ്. അത് മുസ്ലിങ്ങൾ നോക്കി നടക്കുന്നത്. മുസ്ലിങ്ങൾ ഇവിടെ കഞ്ഞിമൂല നോക്കിയിട്ട് കാര്യങ്ങൾ ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട്. ഇതൊക്കെ സുഹൃത്തെ എവിടുന്നാ കടന്നു വരുന്നത്? ഈ കഞ്ഞിമൂലയും പോക്കുവരവൊക്കെ മുസ്ലിങ്ങൾക്കുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവനാണവൻ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ല മതി, എന്നെ സംരക്ഷിക്കാൻ അള്ളയുണ്ട് എന്ന് വിശ്വസിച്ചവനാണവൻ. അവൻ എന്തിനാണ് പിശാചുക്കൾക്കും മറ്റുള്ളവർക്കും അവൻ വേഴ്പെട്ടു കൊടുക്കുന്നത്? അത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്യാൻ വേണ്ടി എന്തിനാ തുനിയുന്നത്? ഈ വിശ്വാസക്കാരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അന്ധവിശ്വാസങ്ങളുമായി കൊണ്ട് ഈ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം അവർക്ക് സ്വൈരമായി അതിനുള്ളിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. ഇനി വീട് പണി കഴിഞ്ഞു എന്ന് വിചാരിക്കുക, ആദ്യമായി താമസിക്കാൻ പോവാ, ഫസ്റ്റ് തന്നെ ചില ആളുകളൊക്കെ കാണാൻ വലിയ കറാമത്തായി കാണുന്ന വീട് ഇങ്ങനെ കൊണ്ട് താമസിക്കാൻ ആരംഭിക്കുമ്പോൾ ഒരു ഖുർആനാണ് ഫസ്റ്റ് കൊണ്ടുപോയേക്ക്. ഖുർആൻ മോശമായിട്ടില്ല, നമ്മുടെ വീട് ഭംഗിയില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിക്കപ്പെട്ടിട്ട് അങ്ങനെ സുന്നത്താക്കി പറഞ്ഞ വിഷയമൊന്നുമില്ല. അതേ സമയത്ത് ചില ആളുകൾ ഒന്നുകൂടി കടന്ന് അവിടെ ആദ്യമായി ഒരു പാല് കാച്ചൽ തുടങ്ങുക. ആ പാലങ്ങനെ തിളച്ചു മറിഞ്ഞ് അത് അടുപ്പിലേക്ക് ഇങ്ങനെ പോയാൽ വീട് ബർക്കത്തായി. നമ്മൾ ഗോമാതാവിന്റെ ആളുകളല്ല, നമ്മൾ ഇബാദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു പാല് തിളച്ചു മറിയുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ചില വീടുകളിൽ സുബ്ഹി ജമാഅത്തിന് എല്ലാവരെയും പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാരെ പിടിച്ചു വലിച്ചിട്ട് ഇന്നിന്റെ വീട് താമസാണ്, എല്ലാരും പള്ളിയിൽ പോകണ്ട, അന്നിന്റെ വീട്ടിലേക്ക് വരണം. അത് അതിനേക്കാൾ പോലീസുണ്ടോ വീടിന്? വീട്ടിൽ സുന്നത്ത് നിസ്കാരമാണ് വേണ്ടത്. ഫർദ് നമസ്കാരം ജമാഅത്ത് പള്ളിയിലാണ്.
അത് തടസ്സപ്പെടുത്തിയിട്ടുള്ള ഒരു വീട് താമസമില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് ചില വീടുകളൊക്കെ കാണുന്നത് എന്താ, അവിടെ ഹദ്ദാദ് റാത്തീബുകളാണ് ആദ്യ ദിവസം നടക്കുന്നത്. അൽബക്കറി ആലിമ്രാനൊന്നും അല്ല, ഹദ്ദാദ് റാത്തീബുകളാണ് നടക്കുന്നത്. 600 വർഷം പഴക്കമുള്ള, അല്ലെങ്കിൽ ഏകദേശം 400 വർഷം പഴക്കമുള്ള ഒരു യമനുകാരനായ സൂഫി ഇബ്നു അലവി അൽ ഹദ്ദാദ് എന്ന് പറയുന്ന ഒരു സൂഫിയായ മനുഷ്യനുണ്ടാക്കിയ ഏതൊക്കെയോ പ്രത്യേകതരം ദിക്റുകളാണ്. അള്ളയും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പഠിപ്പിച്ച ദിക്റല്ല. ഇപ്പൊ അടുത്ത കാലത്ത് യമനിൽ ഉണ്ടാക്കിയ ആ മനുഷ്യൻ ഉണ്ടാക്കിയ ദിക്ർ ഇരുന്ന് എല്ലാവരും കൂടി വട്ടമളഞ്ഞ് കുടുംബക്കാരെല്ലാവരും കൂടി ഹദ്ദാദ് ചൊല്ലി, ഇനി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. വേറെ ചില വീടുകളിൽ 1000 വട്ടം വെളിച്ചമൊക്കെ ഓഫാക്കിയിട്ട് അതാ അവിടെ വെച്ചുകൊണ്ട് ഖുതുബിയ്യത്ത് നടത്തുകയാണ്. ഹിജ്റ 470 മുഹമ്മദ് എന്ന് പറയുന്നയാൾ എഴുതിയുണ്ടാക്കിയിട്ടുള്ള, ഖാദി മുഹമ്മദ് എഴുതിയുണ്ടാക്കിയിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ 1140 ജനിച്ച മഹാനെ കുറിച്ച് ഹിജ്റ 470 എഴുതിയുണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ 470 കാലഘട്ടങ്ങളിൽ മുഹിദ്ദീൻ ഷേഖ് ജനിച്ചയാളാം. അദ്ദേഹത്തെ പറ്റി ഹിജ്റ 1040 എഴുതിയുണ്ടാക്കിയ ഖുതുബിയ്യത്ത് എത്രമാത്രം സത്യസന്ധമാകുമെന്ന് ചിന്തിക്കുക. 1000 തവണ ആ വീട്ടിൽ ഇരുന്ന് യാ ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഉറക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. മുഹിയുദ്ദീൻ മാല ഇരുന്ന് ഓതുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഖാദി മുഹമ്മദ് രചിച്ച അറബി മലയാളമാണ്, അറബിയല്ല, അറബി മലയാളത്തിൽ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണത്. ഒരു കാവ്യ സമാഹാരം എന്ന് പറയാൻ പറ്റും. അത് പോരിശയാക്കി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ ചെയ്താൽ ഈ വീട്ടു സമാധാനത്തിന്റെ കേന്ദ്രമാകും, ഇനി ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയുകയാണ്. ഒരു മനുഷ്യൻ കഞ്ഞിമൂല നോക്കിയില്ല, വേറെ ഏതെങ്കിലും നിലക്കുള്ള ചൂഷണത്തിനൊന്നും അയാൾ നിന്നില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വീട്ടിൽ ഒരു കുട്ടിക്കോ ആർക്കെങ്കിലും അസുഖം വന്നെന്ന് വിചാരിക്കാം, എല്ലാവരും ഈ വ്യക്തിക്കെതിരായിട്ട് പറയും, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാണ്, ഇതൊന്നുമില്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളാവും. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാണ്, ഒന്ന് നോക്കിക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞതാ, ഈ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ എന്ന് പറയുന്നവർ എല്ലാവരും കുറിച്ചു വെച്ചോ. അള്ളാഹുവിന്റെ ഖുർആനിൽ 2 ആയത്തുണ്ട്. ആ ആയത്ത് വിശ്വാസമില്ലാത്ത ആളുകൾ ഇത്തരത്തിലാ ചിന്തിക്കുക. ഒന്നാമത്തെ ആയത്ത് സൂറത്ത് യൂനുസിലെ 107-ാമത്തെ ആയത്ത്, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു ദോഷം വരുത്താൻ തീരുമാനിച്ചാൽ അത് തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മളെ എവിടെ കൊണ്ടുപോയി വീട് വെച്ചാലും അത് അവിടെ സംഭവിക്കും. ഖൈറും ഷർറും പടച്ചോന്റെ കണ്ണാ വിശ്വസിക്കണം. അല്ലാഹ് ഒരാൾക്ക് ഷർറ് തരാൻ തീരുമാനിച്ചാൽ അത് തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വഇയുരിദുക ബിഖൈർ, അല്ലാഹ് ഒരാൾക്ക് ഖൈർ തരാൻ ഉദ്ദേശിച്ചാൽ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന് തടുക്കാൻ ആർക്കും സാധ്യമല്ല. എന്താ കാരണം? യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് ബാധിക്കും. എന്ത് നമ്മൾ ചെയ്താലും അല്ലാഹ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അത് സംഭവിക്കും. അത് കഞ്ഞിമൂലന്റെയും പോക്കുവരവിന്റെയും പ്രശ്നമായിട്ട് കൂട്ടരുത്. മറ്റൊരായത്തിൽ കാണാം, നമ്മളൊക്കെ മനസ്സിലാക്കുന്ന മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ, സൂറത്ത് ഫാത്തിറിന്റെ 2-ാമത്തെ ആയത്ത്. അല്ലാഹ് ഒരാൾക്ക് റഹ്മത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് പിടിച്ചു വെക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അല്ലാഹ് ഒരാളുടെ കാരുണ്യത്തെ അങ്ങ് പിടിച്ചു വെച്ചാൽ അത് കൊണ്ടുവന്ന് കൊടുക്കാനും ആർക്കും സാധ്യമല്ല. അല്ലാഹ് ഒരാളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് തടുക്കാൻ ഒന്നിനെ കൊണ്ടും സാധ്യമല്ല. മാത്രമല്ല സുഹൃത്തുക്കൾ, നമ്മളൊക്കെ 5 നേരം നിസ്കരിച്ചിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അർത്ഥറിഞ്ഞിട്ടില്ലേ? അല്ലാഹുവേ, നീ തടഞ്ഞത് കൊണ്ടുവരാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല. നീ എങ്ങാനും തടയാൻ തീരുമാനിച്ചാൽ അതിനെ കൊണ്ടുവരാനോ നീ കൊണ്ടുവന്നത് തടുക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല റബ്ബേ. ഇത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹ് പറഞ്ഞ വഴികളിലൂടെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാനുള്ള പരിപാടികൾ, ദിക്റും സ്വലാത്തുകളും ഇസ്ലാം പഠിപ്പിച്ച സുന്നത്ത് നമസ്കാരങ്ങളും മറ്റു ആദാബുകളും ഒക്കെ പാലിക്കുന്നതിന് പകരം ഏതെങ്കിലും തകിടുകളോ ഏലസുകളോ ഏതെങ്കിലും ജാറത്തിൽ നിന്ന് കൊണ്ടുവന്ന കഷ്ണങ്ങളോ എന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ അബദ്ധ ധാരണകളെ ഈ ആയത്തുകൾ കൊണ്ട് നമുക്ക് വിശദീകരിച്ച് പറയാം. അള്ളാഹ് ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിലക്ക് വിപത്താവാം ഹൈറാവാം കൊണ്ടുവന്നാൽ അതിനെ തടുക്കാൻ ആരെ
കൊണ്ടും സാധ്യമല്ലെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ വീടുകൾ പരമാവധി ഇസ്ലാമിക മര്യാദകളുള്ള, തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് മാറിപ്പോകേണ്ടുന്ന, ചീത്തയായ എല്ലാ സംസ്കാരങ്ങളും മാറ്റിവെച്ച് അള്ളാഹു നൽകുന്ന നിഅമത്തിനെ വില കുറച്ച് കാണിക്കാതെ നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കുക. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പരലോകത്ത് പടച്ച റബ്ബ് തന്ന നിഅമത്തിനെ കുറിച്ച് മുഴുവൻ ചോദ്യം ചെയ്യപ്പെടും. ഇത് ഇത്രയും സുഖത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്നോട് ഇത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന ആണയിട്ട വിശ്വാസത്തോടെയാണ് നമ്മൾ ആ വീട്ടിൽ താമസിക്കേണ്ടത്. അള്ളാഹുവിന് ശുക്ർ കാണിച്ച് അള്ളാഹുവിനെ സ്മരിക്കുന്ന നല്ല ഇബാദുകളിൽ, അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.